ഹലോ നമസ്കാരം. അപ്പം ഞാൻ ഇന്നൊരു പരീക്ഷണത്തിലാണ് കേട്ടോ. ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയണേ. ഞാനൊരു ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ നമ്മളെടുക്കുന്നത് ബേ ലീഫാണ്. അതിൻ്റെ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഇല വളരെ ചെറുതാണ്. മറ്റേ നമ്മുടെ ഇടനയിലയുടെ അത്ര ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഉള്ളതിൽ വലിപ്പം നോക്കി എടുക്കുക. അപ്പം ഞാൻ അത്യാവശ്യം വലിയ ഇല നോക്കിയിട്ട് കുറച്ച് എടുക്കാൻ വന്നേക്കാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ചെറിയ ബേ ലീഫ് ഉണ്ടായിരുന്നു, മരം. അത് എൻ്റെ ഓണർ വെട്ടിയിട്ട് ഇപ്പോൾ അതേ ഈ ഒരവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ അത് നിറയെ ഇലകളുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. ഇടനിലയിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വേണ്ട ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഉള്ളതിൽ വലിപ്പം നോക്കി നമ്മളത് ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും ക്വാണ്ടിറ്റി വേണമല്ലോ. അപ്പം ഞാനത് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇല പൊട്ടിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കൂടെ ഒരു സഹായം കൂടെ ഉണ്ടേ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ പറിച്ച് എന്താകും എന്നറിയില്ല. എന്തായാലും നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം. ഫൈനൽ ഇത് ഇത്ര ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താരം. ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ നമ്മളിത് കഴുകി 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഞാനത്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ അത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ അത്രയും ചെയ്യാം. ആദ്യമായിട്ടാണ് ഞാൻ ചക്കട ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല, അമ്മ പറഞ്ഞു തന്ന് വെച്ചൊക്കെയായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതേ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കധികം മധുരം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ഇങ്ങനെ പാനിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇടനയിലൊന്നും കിട്ടാനില്ലാത്തവർ ഈ ഒരു ഇല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ വാഴയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, പിന്നെ നാട്ടിൽ കൊക്കയുടെ ഇലയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇടനയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഇതിലൊന്നും കിട്ടാറില്ല. ഇതിൻ്റെ ഈ ഒരു ബേ ലീഫിൻ്റെ ഇലയും ഏകദേശം ആ ഒരു ടേസ്റ്റാണ്. നമ്മുടെ അരച്ച ആ ഒരു കൂട്ട് അതിലോട്ട് ഞാൻ ചേർത്തു. ഇനി അത് രണ്ടും ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. പറഞ്ഞു വന്നത്, ഞാൻ ഇത് ആദ്യമായിട്ടാണ് നോക്കുന്നത്. നമുക്കറിയാം ബേ ലീഫൊക്കെ നമ്മൾ സാധാരണ കുഴിമന്തി ഉണ്ടാക്കാനും ബിരിയാണിക്ക് ഇടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ഇതിനൊക്കെയാണ് ഉപയോഗിക്കാറ്. നല്ലതാണെന്ന് കേട്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചക്കപ്പഴത്തിൻ്റെ ചില പീസൊന്നും ശരിക്കും അരിഞ്ഞിട്ടില്ല. അപ്പോൾ അതേ ചതച്ച ഏലക്ക അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നു. ക്യാമറാമാൻ ഞാൻ തന്നെ ആയതുകൊണ്ട് ഇളക്കുമ്പോൾ ക്യാമറയും അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
അങ്ങനെയൊക്കെ അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മുടെ ചക്കയുടെ ആ ഒരു ഇത് റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാൻ റവ കൊണ്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് തോന്നുന്നു. ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ള റവ കൊണ്ടാണ്. അപ്പോൾ അത് തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അതേ കുറേയൊക്കെ താഴെ പോവുകയും ചെയ്തു. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് ഇളക്കുകയും കൂടെ ആകുമ്പം രണ്ടും കൂടെ ശരിയാവില്ല. ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബദാമും കാഷ്യൂനട്ടും കൂടെ. അതും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത് കുറച്ച് അരിപ്പൊടി ചേർക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ, അല്ലെങ്കിൽ ശരിക്കും നനയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കുറച്ച് മിക്സിയിൽ അരച്ച വെള്ളമുണ്ട്, കഴുകിയ വെള്ളം, അതും കൂടെ കൂട്ടി അരിപ്പൊടി കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ ആ ഒരു കൂട്ടിലോട്ട് ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഒരു ഇതിൽ വന്നു. അപ്പോൾ കണ്ടോ, ഇല കണ്ടോ, വളരെ ചെറുതാണ്. കുഞ്ഞു ചെറിയതായിട്ട് കഴിക്കാനേ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് സക്സസ് ആയത്. ഇല പൊങ്ങി വന്നു. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇതാകുമ്പോൾ അത് മടക്കിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. അപ്പം ഞാൻ വിചാരിച്ചൊരു കുമ്പിളിൽ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും, നമ്മൾ സാധാരണ ഇടാനപ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാക്കുക. അപ്പോഴത്തേക്ക് ഞാനൊരു 2 ഇല കൂട്ടിയൊരു കുമ്പിൾ പോലെ ആക്കി. പക്ഷേ അത് ഭയങ്കര പണിയാണ്. പിന്നെ ചെറുതാണ്, വീതി കുറവുണ്ട് അതിൻ്റെ ഇലയ്ക്ക്. അപ്പം ഞാൻ അങ്ങനെയും ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു ട്രെയിൻ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.